ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലൂടെ എത്ര കോടി ന്യൂട്രിനോകൾ കടന്നുപോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 100 ട്രില്യൺ ന്യൂട്രിനോകൾ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകുന്നു അല്ലേ? പക്ഷേ നമ്മളൊന്നും അത് അറിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ കൊച്ചു കണികകളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഒരു രസകരമായ താരതമ്യം നോക്കാം. നിങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്നുവെന്ന് കരുതുക. എന്നാൽ ന്യൂട്രിനോകൾ സഞ്ചരിക്കുന്നത് എത്ര വേഗതയിലാണെന്നോ? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ, അതായത് പ്രകാശത്തിന്റെ വേഗത്തിൽ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, ഇത്ര വേഗതയിൽ നമ്മുടെ ശരീരത്തിലൂടെ കടന്നുപോകുമ്പോൾ നമുക്കെന്തെങ്കിലും സംഭവിക്കേണ്ടതല്ലേ? അത്ഭുതകരമായി ഒന്നും സംഭവിക്കുന്നില്ല. ഇതാണ് ന്യൂട്രിനോയുടെ മാജിക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ന്യൂട്രിനോകൾക്ക് ഭാരം തീരെ കുറവാണ്, കൂടാതെ അവയ്ക്ക് വൈദ്യുത ചാർജുമില്ല. അതുകൊണ്ട് മറ്റു കണികകളുമായി അവ വളരെ വിരളമായി മാത്രമേ സംവദിക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തിലൂടെ കടന്നുപോകുമ്പോൾ അവ നമ്മുടെ ശരീരത്തിലെ അണുക്കളുമായി യാതൊരു വിധത്തിലുള്ള പ്രതിപ്രവർത്തനവും നടത്താതെ കടന്നുപോകുന്നു. ഇനി നമുക്ക് ഈ ന്യൂട്രിനോകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. പ്രധാനമായും അവ വരുന്നത് നമ്മുടെ സൂര്യനിൽ നിന്നാണ്. സൂര്യനിൽ നടക്കുന്ന ആണവ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നാണ് ഇവ ഉണ്ടാകുന്നത്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ ഈ കണികകൾക്ക് 8.3 മിനിറ്റ് എടുക്കുന്നു, അതായത് സൂര്യപ്രകാശത്തിന് എടുക്കുന്ന അതേ സമയം. എന്നാൽ സൂര്യൻ മാത്രമല്ല ന്യൂട്രിനോകളുടെ ഉറവിടം. സൂപ്പർനോവകൾ, ബ്ലാക്ക് ഹോളുകൾ, ക്വാസറുകൾ തുടങ്ങി പ്രപഞ്ചത്തിലെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ന്യൂട്രിനോകൾ ഉണ്ടാകുന്നുണ്ട്. ഇവയിൽ ചിലത് വളരെ ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളാണ്. 1956-ലാണ് ശാസ്ത്രലോകം ആദ്യമായി ന്യൂട്രിനോകളെ കണ്ടെത്തിയത്. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ ക്ലൈഡ് കോവാനും ഫ്രെഡറിക് റെയ്നസും ചേർന്നാണ് ഈ മഹത്തായ കണ്ടുപിടുത്തം നടത്തിയത്. ഈ കണ്ടുപിടുത്തത്തിന് അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചു. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ന്യൂട്രിനോകളെ നിരീക്ഷിക്കാനുള്ള വൻ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അന്റാർട്ടിക്കയിലെ അനിത അഥവാ ആന്റാർട്ടിക് കമ്പൾസർ ട്രാൻസിയന്റ് ആന്റിന എന്ന നാസയുടെ പ്രത്യേക ഉപകരണവും ഐസ് ക്യൂബ് ന്യൂട്രീനോ ഒബ്സർവേറ്ററി എന്ന വൻ നിരീക്ഷണ കേന്ദ്രവും ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. 2016-ലും 2018-ലും അനിതയിൽ നിന്ന് ലഭിച്ച ഡാറ്റ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു. കാരണം ഭൂമിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹൈ എനർജി ന്യൂട്രിനോകളെയാണ് കണ്ടെത്തിയത്. ഇത് പാരലൽ യൂണിവേഴ്സുകളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു. ന്യൂട്രിനോകളെക്കുറിച്ചുള്ള പഠനം നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സൂപ്പർനോവകളുടെ പഠനം, ഡാർക്ക് മാറ്ററിന്റെ അന്വേഷണം, പാരലൽ യൂണിവേഴ്സുകളെക്കുറിച്ചുള്ള തിരച്ചിൽ, ഇവയെല്ലാം ന്യൂട്രിനോകളിലൂടെ സാധ്യമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലൂടെ ട്രില്യൺ കണക്കിന് ന്യൂട്രിനോകൾ കടന്നുപോയി കഴിഞ്ഞു. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ അദൃശ്യ സന്ദേശവാഹകരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ന്യൂട്രിനോകളെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാമോ, ന്യൂട്രിനോകൾക്ക് 3 വ്യത്യസ്ത രൂപങ്ങളുണ്ടെന്ന്? ഇലക്ട്രോൺ ന്യൂട്രിനോ, മ്യൂവോൺ ന്യൂട്രിനോ, താവു ന്യൂട്രിനോ എന്നിവയാണവ. ഇവയിൽ ഏറ്റവും സാധാരണമായി കാണപ്പെടുന്നത് ഇലക്ട്രോൺ ന്യൂട്രിനോകളാണ്. സൂര്യനിൽ നടക്കുന്ന ആണവ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഇവ കൂടുതലായും ഉണ്ടാകുന്നത്. ഒരു സെക്കൻഡിൽ നമ്മുടെ കൈപ്പത്തിയിലൂടെ മാത്രം 60 ബില്യൺ സൗര ന്യൂട്രിനോകൾ കടന്നുപോകുന്നുണ്ട്. രാത്രിയിലും ഈ ന്യൂട്രിനോകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? കാരണം ന്യൂട്രിനോകൾക്ക് ഭൂമിയുടെ മറുവശത്തു നിന്ന് നേരെ നമ്മളിലേക്ക് എത്താൻ കഴിയും. ഭൂമിയുടെ കനം അവയെ തടയുന്നില്ല. ഒരു രസകരമായ കാര്യം കൂടി പറയാം. നിങ്ങൾ 1 കിലോ ഉരുളക്കിഴങ്ങ് എടുത്താൽ അതിലൂടെ ഒരു വർഷം കൊണ്ട് ഒരു ന്യൂട്രിനോ മാത്രമേ പ്രതിപ്രവർത്തനം നടത്തുകയുള്ളൂ. അത്രയ്ക്ക് വിരളമാണ് ഈ പ്രതിപ്രവർത്തനങ്ങൾ. ഇനി നമുക്ക് ഐസ് ക്യൂബ് ന്യൂട്രീനോ ഒബ്സർവേറ്ററിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ദക്ഷിണ ധ്രുവത്തിൽ 1 കിലോമീറ്റർ മഞ്ഞുപാളിക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഉപകരണം ഹൈ എനർജി ന്യൂട്രിനോകളെ കണ്ടെത്താൻ സഹായിക്കുന്നു. എന്തുകൊണ്ടാണ് മഞ്ഞിനുള്ളിൽ ഇത് സ്ഥാപിച്ചതെന്ന് അറിയാമോ? കാരണം മഞ്ഞ് വളരെ സ്വച്ഛമായ ഒരു മാധ്യമമാണ്. ന്യൂട്രിനോകൾ മഞ്ഞുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നീല നിറത്തിലുള്ള ചെറൻകോവ് വികിരണം കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. ഇപ്പോൾ ശാസ്ത്രജ്ഞർ ന്യൂട്രിനോകളെ ഉപയോഗിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ന്യൂട്രിനോ കമ്മ്യൂണിക്കേഷൻ. ഭൂമിക്കുള്ളിലൂടെയോ സമുദ്രത്തിനടിയിലൂടെയോ സന്ദേശങ്ങൾ കൈമാറാൻ ന്യൂട്രിനോകളെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കൂടാതെ ന്യൂട്രിനോകളെ ഉപയോഗിച്ച് ഭൂമിയുടെ ആന്തരിക ഘടന പഠിക്കാനും അണ്വായുധ പരീക്ഷണങ്ങൾ കണ്ടെത്താനും സാധിക്കും. ന്യൂക്ലിയർ റിയാക്ടറുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും ന്യൂട്രിനോകൾ സഹായിക്കുന്നു. സുഹൃത്തുക്കളെ, ന്യൂട്രിനോകളെക്കുറിച്ചുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചുറ്റും നമ്മളറിയാതെ സഞ്ചരിക്കുന്ന ഈ അദ്ഭുത കണികകൾ പ്രപഞ്ചത്തിന്റെ എത്ര മനോഹരമായ രഹസ്യങ്ങളാണ് നമ്മോട് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ അത്ഭുതകരമായ ശാസ്ത്രവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.